ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന ഏരിയയിലുള്ള ഒരു ഷീറ്റ് വർക്കാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ മുകളിൽ വരുന്ന ഒരു കാലിയായിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് നല്ല മഴയുള്ള ടൈമിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും അങ്ങനെ ഉദ്ദേശിച്ച പോലെ വലിയൊരു ഇതായിട്ടൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല. പറ്റുന്നത് മഴയുടെ ഗ്യാപ്പൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. മൊത്തത്തിൽ ഇവിടെ വെള്ളമൊക്കെ കെട്ടിക്കിടന്ന് നല്ല സ്ലിപ്പായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഴുക്കോല് നമ്മൾ 3.5 വരുന്നത്. മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ താഴേന്ന് ഫുള്ള് മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഷീറ്റും കാര്യങ്ങളും ഫ്രെയിം അടിച്ചതിന് ശേഷമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് 4.2 പ്ലേറ്റ് നമ്മൾ തൂണ് വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 4.2 പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. 2 എൻഡിലേക്ക് വെച്ചത് 6.2 പ്ലേറ്റാണ്. അപ്പോൾ 4 തൂണാണ് വരുന്നത്. 3.5 നമ്മൾ തൂണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോക്സി ഗ്രേ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ വരുന്നത് 10 ഷീറ്റാണ് വരുന്നത്. 22 അടിയുടെ 10 ഷീറ്റാണ്. നമ്മൾ 9 ഷീറ്റ് 22 അടിയും 1 24 അടിയാണ് എടുത്തത്. 24 അടി നമ്മൾ സ്ലൈഡിങ്ങിന് വേണ്ടിയിട്ടാണ് 24 അടി, 2 അടി അധികം എടുത്തത്. തൂണ് നമ്മൾ 3.5 ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വാട്ടർ ലെവൽ നോക്കിയിട്ട് ബാക്കിയുള്ള തൂണുകളും ഇവിടെ വെക്കുന്നുണ്ട്. ഹൈറ്റ് നമുക്കിവിടെ കുറച്ച് ഒരു 7 അടി 7.5 അടിയൊക്കെ കിട്ടുന്ന അത്രയും രീതിയിലാണ് നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കോൺക്രീറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മാക്സിമം അത്രേ ഹൈറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ തൂണ് വെച്ചിട്ടുണ്ട്. ഇനി ബീമും കാര്യങ്ങളും റെഡിയാക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒറ്റയടിക്ക് തന്നെ ഇവിടുന്ന് കഴുക്കോലൊക്കെ കട്ട് ചെയ്ത് അതിന് പട്ടയും കാര്യങ്ങളൊക്കെ വെക്കുകയാണ്. അതേ സമയത്ത് തന്നെ പട്ടികയും ബാലൻസ് വരുന്ന പട്ടികയും നമ്മൾ ജോയിൻ്റ് അടിക്കുന്നുണ്ട്. അതുപോലെ ബീമിന് വരുന്ന പൈപ്പും ജോയിൻ്റ് അടിച്ച് വെക്കുന്നുണ്ട്. മഴക്കാലത്തുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ എടുക്കേണ്ടി വരും. ഇവിടെ കുറച്ച് മെറ്റീരിയലൊക്കെ മുകളിലേക്ക് കയറ്റാനൊക്കെ ഇത്തിരി റിസ്ക്കുള്ള സ്ഥലമാണ്. വീഡിയോകളൊക്കെ നമ്മുടെ അധികം ആവർത്തിച്ചാണ് വരുന്നത്. കാരണം നമുക്ക് വരുന്ന വർക്കിൻ്റെ അനുസരിച്ചാണ് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ പരമാവധി ഉൾപ്പെടുത്താൻ നോക്കാം. കാരണം നമുക്കൊരു പരിമിതി എന്ന് പറഞ്ഞാൽ വർക്ക് വരുന്നതനുസരിച്ച് ഏത് വർക്കാണോ വരുന്നത് ആ ഒരു വർക്കിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റീരിയൽ വർക്കിലും ഒക്കെ വരുന്നതനുസരിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് പറ്റുന്നതാണെങ്കിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ ബീം കയറ്റിയിട്ടുണ്ട്. അപ്പോൾ കഴുക്കോലും കൂടെ ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മുകളിലേക്ക് കഴുക്കോല് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 4.2 പ്ലേറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതേ M10 ഫിക്സഡ് ബോൾട്ട് അടിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കഴുക്കോല് 3.5 വെച്ചിരിക്കുന്നത്. 22 അടിയാണ് വരുന്നത്. ഇത്രയും ഇനി ബാക്കിയുള്ള കഴുക്കോലും കൂടെ വെക്കാനുണ്ട്. അപ്പോൾ ഷീറ്റ് നമ്മളിവിടെ സൈറ്റിൽ ഇറക്കിയിട്ടുണ്ട്. 22 അടി ഷീറ്റാണ്. ഒരെണ്ണം 24 ഉണ്ട്. പാത്തി വരുന്നത് ഏസറിൻ്റെ പാത്തിയാണ്. 4 kg പാത്തിയാണ്. ഏസർ അല്ല, പാത്തി നമ്മൾ ഏസറായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കിട്ടിയത് നമുക്ക് വർഷയുടെ പാത്തിയാണ് കിട്ടിയിരുന്നത്. അത് 4 kg തിക്നെസ് ഉള്ള പാത്തിയായിരുന്നു. ഷീറ്റ് നമ്മൾ JSW കളർ ഓൺ ബസ് ഷീറ്റാണ്. 22 അടി. നമുക്ക് അടിഭാഗത്ത് ഇത് കയറ്റാൻ ചെറിയൊരു സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ. മുകളിലേക്ക് കയറ്റാൻ ഭയങ്കര റിസ്ക് ആയിരുന്നു. നമ്മൾ 2 പേരാണ് ഇത് കയറ്റിയത്. ഒരാൾ താഴെ നിന്ന് പൊക്കിത്തരും, അടുത്ത മുകളിൽ നിന്ന് വലിച്ച് കയറ്റുമാണ്. നമ്മളത് പരമാവധി ഒടിയും കാര്യങ്ങളൊന്നും ചെയ്യാതെ വേണം കയറ്റാൻ. നമ്മൾ ഒറ്റയടിക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇത് മുകളിലേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്തത്. കാരണം ഇത് കയറ്റാൻ 10 ഷീറ്റായാലും കുറച്ച് റിസ്ക്കാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ 2ാം നിലയുടെ മുകളിലേക്കും കൂടെ കയറ്റി വെച്ചു. കാരണം നമുക്ക് ഷീറ്റ് ഇടാൻ അതാണ് ഏറ്റവും എളുപ്പം. മുകളിൽ നിന്ന് തന്നെ എടുത്തിടാൻ പറ്റും. അപ്പോൾ ഈ വർക്കൊക്കെ നമ്മളൊരു 2 പേര് വെച്ചിട്ട് ചെയ്ത വർക്കാണ്. മഴക്കാലത്ത് നമ്മൾ ഒരുപാട് ആൾക്കാരൊന്നും പോയിട്ട് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പട്ടിക കാര്യങ്ങളൊക്കെ
ജോയിൻ്റ് അടിച്ചൊക്കെ കയറ്റി ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതൊക്കെ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ഫുള്ള് ഇവിടെ ഈ സൈഡിൽ ഫുള്ള് മഴ തന്നെയായിരുന്നു. മഴക്കാലത്തുള്ള വർക്കുകളൊക്കെ നമുക്കങ്ങനെ കണക്ക് കൂട്ടാൻ പറ്റില്ല. അങ്ങനെ ടൈമൊക്കെ എടുത്തിട്ട് ചെയ്യേണ്ടി വരും, ശ്രദ്ധിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തെന്നിപ്പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. കുറച്ച് മുകളിലേക്കുള്ള വർക്കുകൾ വളരെയധികം റിസ്ക് ഉള്ള വർക്കുകളാണ്. നമ്മൾ നിലത്തിരുന്ന് ഒരു വർക്ക് ചെയ്യുന്ന പോലെയല്ല, അപകട സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ മഴയൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ മുകളിൽ കയറിയിട്ടുള്ള വർക്ക് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മൾ നോക്കിയിട്ട് എടുക്കുള്ളൂ, അങ്ങനെ സ്ലിപ്പാവുന്ന രീതിയിലുള്ള പണിയെടുക്കാറില്ല. അതേ സമയത്ത് നമ്മൾ പാത്തി ഇവിടെ ആദ്യം കുറച്ച് ഭാഗം നമ്മൾ ഡ്രോപ്പറൊക്കെ വെച്ചിട്ട് 2 സൈഡും ഡ്രോപ്പറും ഒരു സൈഡിൽ സ്റ്റോപ്പറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് നിലത്തവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ സമയം മഴയൊക്കെ വന്ന് നമ്മൾ മാറി നിന്നിട്ട് ഈ പട്ടിക വെറുതെ കയറ്റി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് സ്പോട്ടടിച്ച് വെക്കാൻ പോവുകയാണ്. നമുക്ക് JSW ഷീറ്റൊക്കെ ഒരു 1.3 കിട്ടുന്നുണ്ട്. 1 മീറ്റർ 3 സെൻറ്റിയൊക്കെ നമുക്ക് ഒരു ഷീറ്റ് കിട്ടും. അപ്പോൾ 10 ഷീറ്റൊക്കെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് അധികം ഉണ്ടാവും. അപ്പോൾ നമ്മൾ 10 ഷീറ്റിന് കറക്റ്റ് 10 മീറ്റർ ഇട്ടാൽ കിട്ടില്ല. അപ്പോൾ ആ ഒരു അളവും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും അടിയിൽ വരുന്നത് നമുക്ക് പാത്തി വെക്കാനുണ്ട്. നമ്മൾ അതിൻ്റെ പട്ടിക മുകളിൽ കയറ്റിയിട്ടുണ്ട്. ഇനി അവിടെ മുകളിൽ തന്നെ വെച്ചിട്ട് ക്ലാമ്പും കൂടെ വെൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളെല്ലായിടത്തും ക്ലാമ്പ് താഴെ തന്നെ വെച്ച് വെൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ആ എൻഡിൽ പോയിട്ട് ചെയ്യുന്നത് വളരെയധികം റിസ്ക്കാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ മുകളിൽ എവിടെയെങ്കിലും നിന്ന് അല്ലെങ്കിൽ നമ്മൾ നിലത്ത് വെച്ചിട്ട് അത് ക്ലാമ്പ് അത്തിൽ തന്നെ വെൽഡ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. നമ്മളില്ലെങ്കിൽ ഭയങ്കര റിസ്ക്കാണ് അതിൻ്റെ എൻഡിലൊക്കെ പോയി ഇരുന്നിട്ട് ചെയ്യൽ. ഇതാകുമ്പോൾ നമുക്ക് ക്ലാമ്പ് മാത്രം ഒന്ന് ചരട് പിടിച്ചിട്ട് ലെവലാക്കി വെച്ചാൽ മാത്രം മതി. മറ്റേത് പറയുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഇരുന്ന് വെൽഡ് ചെയ്യണം, കുറച്ച് റിസ്ക്കാണ്. നമ്മളിത് ക്ലാമ്പിൻ്റെ 6 ഇഞ്ച് പാത്തീൻ്റെ പുറത്തേക്ക് ഷീറ്റ് വരുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ട് ക്ലാമ്പ് കട്ട് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്തത്. ഈ ഓരോ വർക്കുകളും നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് മറ്റുള്ളവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലേറ്റൊക്കെ നമ്മൾ മുകളിൽ കഴുക്കോല് വെച്ചൊക്കെ ഭിത്തി വേണമെങ്കിൽ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് വേണമെങ്കിൽ 2 ഇഞ്ചോ 3 ഇഞ്ചോ ഒക്കെ കയറ്റിയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഏത് രീതിയിലും വേണമെങ്കിൽ വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി പട്ടിക ഫുള്ളായിട്ട് വെൽഡ് ചെയ്യാനുണ്ട്, പെയിൻറ്റ് കംപ്ലീറ്റ് ടച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പാത്തി ഇടാനുണ്ട്. എല്ലാം കഴിഞ്ഞ് നമുക്കിതിൽ സ്ലൈഡിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാം ടൈമെടുത്ത് സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ കുറച്ച് നല്ല ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ പട്ടിക അടിച്ച് കഴിഞ്ഞത് നമ്മൾ താഴെ നിന്നൊന്ന് എടുത്തതാണ്. താഴേക്ക് നല്ല രീതിയിൽ പുറത്തേക്ക് നമ്മൾ തള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൺഷൈഡിൻ്റെയും പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഫുള്ള് നമ്മൾ താഴെ നോക്കുമ്പോൾ ഫുള്ള് ഷെയ്ഡിൻ്റെ പുറത്തേക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ശരിക്ക് ഒരു 21 അടി ഷീറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വേണമെങ്കിൽ പുറത്തേക്ക് അത്രയും വെച്ചിട്ട് ചെയ്യാം. ഞങ്ങൾ 22 അടി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. 21 അടി ഷീറ്റ് നമുക്ക് ഓർഡർ കൊടുത്താൽ കമ്പനിയിൽ നിന്ന് കട്ട് ചെയ്ത് കിട്ടുന്നതാണ്. നമ്മളത് കൊടുക്കാതെ കറക്റ്റ് തന്നെയാണ്. ഇതിൻ്റെ നമ്മൾ പാത്തി വർഷ കമ്പനിയുടെ പാത്തിയാണ്. നമ്മൾ ആദ്യം ഏസറായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വർഷേൻ്റെ പാത്തിയാണ് നമുക്ക് കിട്ടിയത്. 4 kg തിക്നെസ്സുള്ള പാത്തിയാണ്. അതുപോലെ ഇതിൻ്റെ ഡ്രോപ്പർ സ്റ്റോപ്പറൊക്കെ വരുന്നത് നമ്മൾ കുറച്ച് കട്ടി കൂടിയ ഡ്രോപ്പറാണ്. അത് ഏസറിൻ്റെ ആണ്. നമ്മൾ മാക്സിമം വർക്കുകൾക്ക് ഈ കട്ടിയുള്ള ഡ്രോപ്പറും സ്റ്റോപ്പറൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് എന്തായാലും പൈപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഇറക്കി വരുമ്പം പെട്ടെന്ന് തന്നെ ഇത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് തന്നെ പണിയെടുക്കുമ്പോൾ ഭാവിയിൽ ചേഞ്ച് ആക്കാനൊക്കെ പെട്ടെന്ന് തന്നെ പണി വരും. കാലക്രമേണ എന്തായാലും പോവും. എന്നാലും നമുക്ക് കട്ടിയുള്ള ഇടുമ്പം ഈട് നിൽക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. പക്ഷെ പല സ്ഥലത്തും റേറ്റിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും ഇപ്പം പരമാവധി ബഡ്ജറ്റ് കുറഞ്ഞ് വർക്ക് ചെയ്യണം. ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന ഒരു പ്രശ്നം അത് തന്നെയാണ്.
നമ്മളതിൽ സൈഡിൽ ഷീറ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് വരുന്ന ഭാഗത്തൊരു 2 ഷീറ്റ് വെച്ച് ലെവൽ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യ ഭാഗത്ത് അത്രേ ഭിത്തി കിട്ടുന്നുള്ളൂ, കുറച്ചുകൂടെ പുറത്തേക്ക് നമ്മളൊരു 70-80 സെൻറ്റിമീറ്ററോളം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഭിത്തി കിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഭിത്തി വെച്ചിട്ട് ലെവലാക്കിയിട്ടാണ് ഇട്ട് പോകുന്നത്. അപ്പോൾ കഴുക്കോലൊക്കെ കറക്റ്റ് ലെവലിൽ കിട്ടുന്ന രീതിയിലാണ് ഇട്ട് പോകുന്നത്. നമ്മളെല്ലായിടത്തും ഇപ്പോൾ കാണുന്ന വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി എല്ലാ സൈറ്റിലും പോകുമ്പോൾ കാണുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എല്ലായിടത്തും ആൾക്കാർ ബഡ്ജറ്റ് മാത്രം നോക്കിയിട്ട് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഒന്നും നോക്കാതെയാണ് പല വർക്കുകളും ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നത്. ഒരു 5 പേരോ 6 പേരോ ഒക്കെ വർക്ക് നോക്കിക്കും. അവരുടെ റേറ്റുകൾ തമ്മിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ് നല്ലത്. കൂടുതൽ ലൈഫൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും ക്വാളിറ്റി ഒന്നുമില്ലാതെ ലോക്കൽ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കൂടുതൽ വർക്കുകൾ ചെയ്യുന്നത്. ചെയ്യിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത്. അത് വർക്ക് ചെയ്യുന്നവർക്ക്, നമ്മൾ പണിയെടുക്കുന്നവർക്ക് നമുക്കത് ഒരു പരിധി വരെ പറയാനേ പറ്റുള്ളൂ. കാരണം പണിയെടുപ്പിക്കുന്നവരാണത്, അവരുടെ മെറ്റീരിയൽ ഉപയോഗിച്ച് അവരാണ് ഫണ്ട് മുടക്കുന്നത്. അപ്പോൾ അവരത് ചെയ്തിട്ട് വേണം, അങ്ങനെ അവർക്കേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്ലൈഡിങ്ങിനുള്ളത് അവിടെ ഒരു പട്ടിക മൊത്തം ഒഴിവാക്കി കുറച്ച് വലിയ സ്ലൈഡിങ്ങാണ് നമ്മൾ കൊടുക്കുക. അടിയിൽ ഷെയ്ഡ് തള്ളി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സ്ലൈഡിങ്ങിൻ്റെ ഒരു വിഷയം വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കുറച്ച് ചെറുതാക്കി അതിലേക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പട്ടിക കട്ട് ചെയ്ത് അവിടെ ഒരു സ്ലൈഡിങ്ങിൻ്റെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടത്തേക്ക് ഷീറ്റ് നമ്മൾ 24 അടി ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് 2 അടി കയറ്റി ഇടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 സൈഡിലും നമ്മൾ ഓരോ പൈപ്പും കൂടെ കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് മുകളിലേക്ക് കയറുമ്പോൾ സൈഡിൽ വേണമെങ്കിൽ ചവിട്ടുകയും ചെയ്യാം. ഇതിപ്പോൾ നല്ല രീതിയിൽ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 10 ഇഞ്ച് കോൺക്രീറ്റിൻ്റെ അടിയിലേക്ക് ഇത് കയറുന്നുണ്ട്. അപ്പോൾ അത്രയും ഗ്യാപ്പ് നമുക്ക് എന്തായാലും താഴെ കുറയും. അപ്പോൾ അതും കൂടെ കണക്ക് കൂട്ടിയിട്ട് നമ്മൾ കുറച്ച് വലിയ ഡോറാണ് ആക്കുന്നത്. അപ്പോൾ അത് ഒന്ന് വെച്ച് നിർത്തിയിട്ട് ഒരു ഷീറ്റും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഷീറ്റ് അങ്ങോട്ട് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഫിനിഷ് ആക്കുന്നത്. നമ്മൾ അതേ സമയത്ത് തന്നെ സ്ലൈഡിങ്ങിന് വേണ്ട ടോപ്പിൽ കാറ്റ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ട ഒരു പൈപ്പ്, 1 ഇഞ്ച് പൈപ്പ്, അതിൻ്റെ ഇടയിൽ 2.5 പൈപ്പ് വെച്ചിട്ട് ഇതാക്കുന്നുണ്ട്. അതേപോലെ ഹാൻഡിലായിട്ട് വെക്കേണ്ട സംഭവം ഇതുപോലെ കാണുന്നതാണ്. അതൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ള ഷീറ്റും ഇട്ട് പോയിട്ടുണ്ട്. മാക്സിമം നല്ല പുറത്തേക്ക് തള്ളിയിരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 2 സൈഡിലും ഷെയ്ഡിലേക്കൂടെ വെള്ളം അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. ആ 2 സൈഡ് സ്റ്റോപ്പ് ആക്കേണ്ടത് വരും. സ്ലൈഡിങ് ഇതാണ്, ഇത്രയും ലെങ്ത്ത് സ്ലൈഡിങ് ആണ് വരുന്നത്. ഇതൊരു വലിയ സ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു വെറുതെ ഷീറ്റ് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് മാക്സിമം അവർക്കൊരു ഉപകാരത്തിനെത്തുന്ന രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത്. ചെറിയ പീസൊക്കെ ആക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഷീറ്റ് കട്ട് ചെയ്തൊക്കെ ചില സ്ഥലത്ത് കട്ട് ചെയ്തൊക്കെ ഇടാൻ വേണ്ടി പറയും, പകുതി മതി എന്നൊക്കെ പറയും. കുറച്ച് വലിയ ഒരു ഷീറ്റിൻ്റെ വീതിക്ക് ആക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ മാക്സിമം സ്ഥലത്ത് നമ്മൾ അഭിപ്രായം പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഓരോ കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്ക്രൂ അടിച്ച് അത്രയും 10 ഇഞ്ച് തള്ളി നിൽക്കുന്നതാണ്. ഇപ്പോൾ വർക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്ഥലത്തേക്ക് തുണിയൊക്കെ അലക്കി ഇടാൻ വേണ്ടിയിട്ട് ആയൊക്കെ കെട്ടാൻ വേണ്ടി 2 സൈഡിലും ഓരോ പൈപ്പ് കൊടുക്കാറുണ്ട്. പിന്നെ ഇവർ തൽക്കാലം ഇതിന് ചുറ്റും നമ്മുടെ ആ പച്ച വരുന്ന നെറ്റ് വലിച്ച് കെട്ടാൻ വേണ്ടിയാണ്. കുരങ്ങ് അങ്ങനത്തെയൊക്കെ ശല്യം നല്ലോണം ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഒരു നെറ്റും കൂടെ വലിച്ച് കെട്ടാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പാത്തിയൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും മഴയത്ത് തന്നെ വെള്ളം വീഴുന്നതുകൊണ്ട് നമ്മളൊന്ന് മൊത്തം ചെക്ക് ചെയ്തു. അതിൻ്റെ എവിടെയും വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തി. പാത്തിയൊക്കെ ക്ലീനിങ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇതുപോലെയുള്ള ഏരിയകളിൽ ക്ലീനിങ് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പാത്തിക്ക് സ്ക്രൂ ഒന്നും അടിച്ചിട്ടില്ല, ഈ ക്ലാമ്പുമായിട്ട് സ്ക്രൂ ചെയ്തിട്ടില്ല. അഥവാ സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഒന്ന് ചെരിച്ച് കൊടുത്തിട്ട് മാറ്റാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഭാവിയിൽ സ്ക്രൂ അടിക്കേണ്ടി വരും. പക്ഷെ അല്ലാതെ മേളിൽ കയറി കസ്റ്റമേഴ്സിനൊക്കെ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ചുറ്റും റബ്ബറാണ്. എന്തായാലും അതിൻ്റെ ചപ്പൊക്കെ വീണ് പെട്ടെന്ന് ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. പാത്തി ഇല്ലെങ്കിലും പ്രശ്നമാണ്, നേരെ താഴോട്ടൊക്കെ വെള്ളം വീഴുകയും ചെയ്യും, ഭിത്തിക്കൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. ഇത് ബാക്കി ഇതിൽ നിന്ന് വരുന്ന വെള്ളം കിണർ റീചാർജിങ് ഒക്കെ
ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണ്. മഴയായതുകൊണ്ട് നിന്ന് എടുത്തുകൊണ്ട് വേണേൽ നമ്മൾ പിടിച്ച ഭാഗം തന്നെ ആയിരിക്കും ചിലപ്പോൾ പിന്നെ പിടിക്കുന്നത്. അപ്പോൾ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പരമാവധി ഫിനിഷാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അയ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു എൽ ടൈപ്പിലാക്കിയതാണ്. അത് ഇതുപോലെ 2 സൈഡിലും വെച്ച് കെട്ടാൻ വേണ്ടി അത് ഇവിടെ വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും വെച്ചിട്ടുണ്ട്. സെൻറ്ററിലൊരു പൈപ്പ് കുത്തി കൊടുത്തത് അത് നെറ്റൊക്കെ വലിച്ച് കെട്ടുമ്പോൾ അവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഭാവിയിൽ വെൽഡ് മെഷൊക്കെ അടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സെൻറ്ററിലാണ് തൂണ് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ വെൽഡ് മെഷൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അയ കെട്ടാനുള്ളതും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞ സംഭവമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്.